എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ സുഹൃത്താണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പല ആളുകളും നിങ്ങളുടെ സുഹൃത്തല്ല സത്യത്തിൽ. അങ്ങനെ ആരൊക്കെയാണ് നിങ്ങളുടെ സുഹൃത്തല്ലാത്ത ആളുകൾ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സുഹൃത്തല്ലാത്ത ആളുടെ ഒന്നാമത്തെ ലക്ഷണമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആളുകളുടെ ഇടയിൽ വെച്ച് അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ, ആക്രമിക്കപ്പെടുമ്പോൾ, അതൊരു വാക്ക് തർക്കമായിരിക്കാം, നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുകയായിരിക്കാം, നിങ്ങൾ ഡിസ്റെസ്പെക്റ്റഡ് ആവുകയായിരിക്കാം. ആ സമയത്ത് മിണ്ടാതെ ഒരു സൈഡിൽ കാണികളെ പോലെ നോക്കി നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെയുള്ള ആളെങ്കിൽ അയാൾ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തല്ല. യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അപമാനിക്കപ്പെടുമ്പോൾ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്കെതിരെ ആരാണോ സംസാരിക്കുന്നത് അവർക്കെതിരെ ഇവർ സംസാരിക്കും, ഇവർ പ്രതികരിക്കും. ഇതൊന്നും ചെയ്യുന്നില്ല, മാറി ഒരു സൈഡിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളുടെ സുഹൃത്തല്ല. സൈലൻ്റായി നിൽക്കുക, മിണ്ടാതെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഗ്രിമെൻ്റ് ആണ്. അപ്പം നിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അവർക്ക് ഓക്കെയാണ്. ആ മറ്റേ ആൾ നിങ്ങൾക്കെതിരെ എന്തൊക്കെയാണോ പറയുന്നത് അത് ഇവർക്ക് ഓക്കെയാണ്. അതൊരു എഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവർ മിണ്ടാതെ നിൽക്കുന്നതും അതിനെതിരെ പ്രതികരിക്കാത്തതും. അപ്പോൾ അവർ ഓൾറെഡി അവരുടെ സൈഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞു. അതൊരിക്കലും നിങ്ങളുടെ സൈഡല്ല. നിങ്ങളുടെ സൈഡാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുന്നതിനൊപ്പം തന്നെ അവരും പ്രതികരിച്ചേനെ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹൂ റിപ്പീറ്റ്സ് ദ സെയിം ഹാം. ഒരു കാര്യം ഒരു തവണ ഒരാൾ ചെയ്തു, അപ്പോൾ നിങ്ങൾ പറയാണ് അങ്ങനെ ചെയ്യരുത് കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല, അങ്ങനെ പറയരുത് കേട്ടോ, അതെനിക്ക് വിഷമാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷവും അപ്പോൾ ഓക്കെ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അത് അവർ ആവർത്തിക്കുകയാണെങ്കിൽ, ഒരു തവണ ചെയ്യുന്നതാണ് മിസ്റ്റേക്ക്, വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല, അത് അവരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വിഷമമാവുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരത് ചെയ്യുന്നതാണ്. പിന്നെയുള്ള മൂന്നാമത്തെ ടൈപ്പ് ആളുകളാണ് ദ പേഴ്സൺ ഹൂ ചൂസസ് യുവർ പെയിൻ ആസ് എ ഫ്യൂവൽ ടു അനദർ കോൺവെർസേഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരാളോട് പറഞ്ഞു, അപ്പോൾ ഇയാൾ അത് വേറെ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ വേറെ ആളുകളോട് ഇത് പറഞ്ഞ് സംസാരിക്കുകയാണ്. അവരുടെ സംസാരത്തിലുള്ളൊരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ വിഷമം മാറി. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ വിഷമം പങ്കുവെച്ചതാണ് നിങ്ങളുടെ സുഹൃത്തുമായിട്ട്. അപ്പോൾ ഇയാൾ അത് വേറെ ആളുകളോട് പോയിട്ട് സംസാരിക്കുകയാണ്. അവരുടെ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ മാറുകയാണ്. അതിൻ്റെ അർത്ഥം അവരൊരിക്കലും നിങ്ങളുടെ സുഹൃത്തല്ല. നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ ഒരു കാര്യം മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നുണ്ട് ഇവർ എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരോട് നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെക്കരുത്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലാത്ത ആളുകളാണ് ദ പേഴ്സൺ ഹൂ കാൺട്ട് സെലിബ്രേറ്റ് യുവർ സക്സസ്. നിങ്ങൾ വിജയിക്കുമ്പോൾ അവർ കൺഗ്രാജുലേഷനൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി പറയും. എപ്പോഴും എല്ലാ ഒരു കോൺവെർസേഷനിൽ നിങ്ങളെ സ്റ്റിങ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു വിജയം ഉണ്ടായി, നിങ്ങളൊരു പരീക്ഷയിൽ വിജയിക്കുകയാണെങ്കിൽ അപ്പോൾ അവർ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരതിൻ്റെ കൂടെ കുറച്ചുകൂടി ആഡ് ചെയ്യും. എന്താണ്, ഇപ്രാവശ്യം ഒരുപാട് പേര് അങ്ങനെ ജയിച്ചു പോയിട്ടുണ്ട്, എല്ലാവരും കഴിവുള്ളവരൊന്നുമല്ല ജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിനക്കിപ്പോൾ നല്ല സമയമാണ്, ഭാഗ്യം കൊണ്ട് അങ്ങ് ജയിച്ചാണ്. ഒരിക്കലും നിങ്ങളുടെ കഴിവിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് അവരതിനെ കാണില്ല. കൺഗ്രാജുലേഷൻ പറയുന്നതിനൊപ്പം തന്നെ, അഭിനന്ദനത്തിനൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കുത്താനായിട്ട് എന്തെങ്കിലും അവർ പറയുന്നുണ്ടായിരിക്കും. ആദ്യം കേൾക്കുമ്പോൾ നമുക്കതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ തോന്നും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നല്ല കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഉയരാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ഉയർന്നു വരുന്നു എന്ന് കാണുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ വലിച്ച് താഴെ ഇടാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ വാക്കുകളിലൂടെ ആയിരിക്കാം, പ്രവൃത്തികളിലൂടെ ആയിരിക്കാം, ചില നിസ്സാരമായ കമൻസിലൂടെ ആയിരിക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ താഴേക്കാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല കാര്യം സംഭവിച്ച് നിങ്ങളൊന്ന് സന്തോഷമായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ വേറെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഡൗൺ ആക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ അസൂയയുടെ ലക്ഷണങ്ങളാണ്, അല്ലാതെ ഒരിക്കലും അവർ നിങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ടോ അവർ ലോയൽ ആയതുകൊണ്ടോ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കുക. അപ്പോൾ അവരെന്തെല്ലാം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും, നിങ്ങളെങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക. അവർക്ക് നിങ്ങളുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളുടെ സുഹൃത്തല്ല. പിന്നെയുള്ള അഞ്ചാമത്തെ ടൈപ്പ് ആളുകളാണ് ദ പേഴ്സൺ ഹൂ ബിട്രേസ് യു സ്റ്റിൽ ദേ വാണ്ട് ദ സെയിം ആക്സസ്. നിങ്ങളെ പലതവണ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് ശേഷവും അവർക്ക് നിങ്ങളുമായിട്ട് അതേ ബന്ധം തന്നെ തുടരണം, അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളോട് നമ്മൾ ക്ഷമിക്കും. അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ശാന്തി മാത്രം പോരല്ലോ, നമ്മുടെ മനസ്സിന് പ്രൊട്ടക്ഷൻ കൂടി വേണം. അവരെ പിന്നെ അതേപോലെ അടുപ്പിക്കാതിരിക്കണം. അവരോട് ക്ഷമിച്ചോളൂ, അവർക്ക് മാപ്പ് കൊടുത്തോളൂ, പക്ഷേ വീണ്ടും അതേ ഒരു ആക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിഡ്ഢിയാണെന്ന് പറയേണ്ടി വരും. വീണ്ടും അവർ നിങ്ങളെ ഹർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളെ വേദനിപ്പിക്കാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് നമ്മൾ ആർക്കും കൊടുക്കരുത്. എത്ര അടുത്ത ബന്ധുവാണെങ്കിലും, എത്ര അടുത്ത സുഹൃത്താണെങ്കിലും, ഒരു തവണ അനുഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്
നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, അപ്പോൾ അവിടുന്ന് അവർക്ക് എന്ത് ലാഭം ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. നല്ലൊരു സുഹൃത്താണെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത്? അയ്യോ, എൻ്റെ ഫ്രണ്ട് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്, അപ്പോൾ അവന് അതിന് എന്തെല്ലാം ചിലവുകൾ ഉണ്ടായിരിക്കും നമുക്കറിയാമല്ലോ. നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വരും, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും, പിന്നെ ഒരു മുടക്കുമുതൽ നമ്മൾ ഇറക്കേണ്ടി വരും. എത്ര ചെറിയ സ്ഥാപനമാണെങ്കിലും അതിൽ ഒരുപാട് അധ്വാനത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അവരെ സഹായിക്കുന്നതിന് പകരം അവരുടെ കടയിൽ നിന്നൊരു സാധനം മേടിച്ച് നമ്മൾ എന്തായാലും അത് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ്, അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് മേടിച്ചിട്ട് അവർക്ക് ആ ലാഭം ഉണ്ടാക്കി കൊടുക്കാം എന്ന് കരുതുന്നതിന് പകരം എനിക്കെന്ത് ഡിസ്കൗണ്ട് കിട്ടും എന്ന് കരുതിയിട്ടാണ് വരുന്നതെങ്കിൽ അതിനർത്ഥം അവർ നമ്മുടെ നല്ല സുഹൃത്തല്ല. ഒരു ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അതുപോലെ നമ്മളൊരു തുണിക്കടയാണ് തുടങ്ങുന്നതെങ്കിൽ അവിടുന്ന് ഡിസ്കൗണ്ടിൽ, സുഹൃത്തെന്ന പേരിലുള്ള ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടുമെന്ന് നോക്കാൻ വലിയ കടകളിലൊക്കെ പോയിട്ട് പറഞ്ഞ വില കൊടുത്ത് സാധനങ്ങൾ മേടിച്ച് വരുന്ന ആളുകൾ ഈ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ കടകളിൽ പോയിട്ട് തനിക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും എന്ന് വിലപേശാനായി വരുന്ന ആളുകൾ അവരൊരിക്കലും നല്ല സുഹൃത്തുക്കളല്ല. നമ്മൾ ഡിസ്കൗണ്ടിലൂടെ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവൻ്റെ നഷ്ടത്തിലാണ് എന്നൊരു ബോധം നല്ല സുഹൃത്താണെങ്കിൽ അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നമ്മളോട് ഡിസ്കൗണ്ട് ചോദിച്ചു വരില്ല. അപ്പോൾ ഈ പറഞ്ഞ ടൈപ്പിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവരൊരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല, മറിച്ച് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളാണ്, നിങ്ങളോട് അസൂയുള്ളവരാണ്. നിങ്ങളുടെ ഗ്രോത്തിന് അവരൊരിക്കലും സഹായകരമായിരിക്കില്ല.